മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടും കല്ലാർ കുപ്പைகள் மறுசுழற்சி மையத்தில் குப்பைகளை நீக்கம் செய்வதற்கு கிராமபஞ்சாயத்து ஆட்சிக்குழு எந்த நடவடிக்கையும் எடுப்பதில்லை என்றும் மூணாரில் வளர்ச்சி திட்டங்கள் நடைமுறைப்படுத்தாததை கண்டித்தும் எல்டிஎஃப் தலைமையில் கண்டன போராட்டங்கள் நடத்தப்படும் என்று சிபிஐ தேவிகுளம் மண்டலம் செயலாளர் அட்வொகேட் சந்திரபால் தெரிவித்துள்ளார். മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വേസ്റ്റ് മാലിന്യം കുന്നുകൂടി കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എൽഡിഎഫ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ റിസോർട്ടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച പോലെ രീതിയിൽ ഈ ഭരണസമിതി ശേഖരിക്കപ്പെടുന്നില്ല. ഇപ്പം നിലവിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നാദനില കളരി പോലെ ആയിരിക്കുകയാണ്. തോന്നിയ പോലെ പല ആൾക്കാരും ഈ മാലിന്യം ശേഖരിക്കാൻ ഒരു കൂട്ടർ പോകുന്നു, കടകളിൽ നിന്ന് അനധികൃതമായി പൈസ പിരിക്കുന്നു, റിസോർട്ടുകളിൽ നിന്ന് പൈസ പിരിക്കുന്നു, ഭരണസമിതിയുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ കാശ് വാങ്ങിക്കുന്നു. ഈ പറയുന്ന മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന റിസോർട്ടുകാരും മറ്റും വ്യാപാരികളും വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രോപ്പറായിട്ട് കടകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചതുപോലെ ഇപ്പം മാലിന്യം ശേഖരിക്കപ്പെടുന്നില്ല. മാത്രമല്ല ഈ പല കാറ്ററിംഗുകാരും മറ്റു ആളുകളും ഈ ഭക്ഷണ സാമഗ്രിയുടെ വേസ്റ്റുകളെല്ലാം മറ്റ് തരത്തിലുള്ള മാലിന്യങ്ങൾ ഈ നമ്മുടെ കല്ലാറിലെ കണ്ട വഴികളിലേക്ക് കുന്നുകൂടി വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പ്രദേശത്തേക്ക് പടയപ്പ ആന കല്ലാറ് ഭാഗത്ത് വീണ്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാലിന്യത്തിനുള്ള ഭക്ഷണങ്ങൾ വലിച്ചെടുക്കുന്നു, ആന വലിച്ചെറിയപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഭരണസമിതി എൽഡിഎഫിൻ്റെ ഭരണസമിതിയിൽ കൃത്യമായി നടപ്പിലാക്കിയിരുന്ന ആ ഒരു പദ്ധതികളെയും ആ ഒരു പ്രവർത്തന രീതികളെല്ലാം ഇപ്പോഴത്തെ കോൺഗ്രസ് ഭരണസമിതി അട്ടിമറിച്ചുകൊണ്ട് മൂന്നാർ ഒരു മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യത്തിനെതിരായിട്ട് മാലിന്യ കൂമ്പാരങ്ങൾക്കെതിരായിട്ട് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു സൂചനയായിട്ട് തന്നെ പറയുകയാണ്, ഇത് പണം പിരിക്കാനുള്ള ഏർപ്പാടായിട്ട് മാറ്റരുത് പഞ്ചായത്തിന്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും മറ്റും ടൗണിലെ വികസനങ്ങളും ഈ മാലിന്യ പോലുള്ള കാര്യങ്ങൾ സംഭരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ.